Good evening. Good evening, sir. The cost of capital problem solve here. Then next question. A limited wishes to raise additional finance of rupees 30 lakhs for meeting its investment plan. The company has 6 lakhs in the form of retained earnings available for investment purpose. The following are the further details. Debt equity ratio 30:70. Cost of debt at the rate 7% before tax up to 3 lakh and 14% before tax beyond that. Earnings per share, EPS, dividend payout 70% of earnings, expected growth rate in dividend 10%, current market price per share rupees 90, company's tax rate 30%, and shareholders' personal tax rate is 20%. You are required to calculate post-tax average cost of additional debt, calculate the cost of retained earnings and cost of equity, calculate overall weighted average after tax cost of additional finance. Okay. So question 1 30 lakhs rupees ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഡീഷണൽ ആയിട്ട് ഫിനാൻസ് ചെയ്യുന്നത്. സോ അതിലൊരു കാര്യം ശ്രദ്ധിക്കണം, എന്താണ് 6 ലാഖ് ഓൾറെഡി എന്തായിട്ടുണ്ട്, റീടൈൻഡ് ഏർണിങ്സ് റീ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു 6 ലാഖ് റുപ്പീസ് ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. സോ എത്രയാണ് നമ്മൾ ക്യാപിറ്റൽ അഡീഷണൽ ഫിനാൻസ് ചെയ്യുന്നത്? 30 lakhs അല്ലേ? ഇതിനകത്ത് ഒന്ന് ശ്രദ്ധിക്കാം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ്? ഡെപ്റ്റ് എത്ര പെർസെന്റ് ആണ്? റേഷ്യോ എത്രയാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 30:70. ദാറ്റ് മീൻസ് ഡെപ്റ്റ് നമുക്ക് എത്ര പറയാം? 30%, ഇക്വിറ്റി 70%. ഓക്കെ, സോ ഡെപ്റ്റ് എത്ര വരും അപ്പം? 30 lakhs into 30%. So that means 30 into total 100. അങ്ങനെയാണ് 30% എടുത്തിരിക്കുന്നത്. 30 then total 70 കൂടെ ആഡ് ചെയ്യുമ്പോൾ 100. 30 divided by 100 ആണ് 3 lakh. 30 lakh into 30 divided by 100 എന്ന് പറയുന്നത് 30%. എത്ര കിട്ടും? ഡെപ്റ്റ് 9 lakhs അല്ലേ? ഇക്വിറ്റി എത്ര വരും? 30 lakhs into 70%. എത്ര കിട്ടും? 21 lakh അല്ലേ? ക്ലിയർ ആണോ? ഇവിടെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് ഇക്വിറ്റിയുടെ ഇക്വിറ്റി മീൻസ് എന്തൊക്കെ കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇക്വിറ്റി? ഇക്വിറ്റി ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, ദെൻ പ്രിഫറൻസ് ഷെയർസ് വരും, പ്ലസ് റീടൈൻഡ് ഏർണിങ്സ്. സോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ 30 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 9 lakhs ഡെപ്റ്റ് ആണ്, ബാക്കി 70% ഇക്വിറ്റി ആണ്. സോ ഈ 21 lakhൽ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് ഒരു 6 lakh എന്തുണ്ട്? റീടൈൻഡ് ഏർണിങ്സ്. റീടൈൻഡ് ഏർണിങ്സ്. സോ റിമൈനിങ് എത്ര വരും? 15 lakhs എന്താകും? ഇക്വിറ്റി ഷെയർസ് എടുക്കാം. ക്ലിയർ ആണോ? അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നോർമലി എക്സാം ക്വസ്റ്റൻ ആണ്, നോർമലി വിട്ടുപോകുന്ന ഒരു ഏരിയ ആണ് ഈ 6 lakhs. ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ട് ഒരു റീടൈൻഡ് ഏർണിങ്സ് ഉണ്ടായിരുന്നു. സോ ഇക്വിറ്റി ഇൻക്ലൂഡ്സ് ദാറ്റ് റീടൈൻഡ് ഏർണിങ്സ് ഓൾസോ. അഡീഷണൽ ആയിട്ട് ഒരു 30 lakhs ആണ്. Wishes to raise additional finance of 30 lakhs meeting his investment plan. So അതിനകത്ത് ഈ 21 lakhsൽ 6 lakhs ആ റീടൈൻഡ് ഏർണിങ്സ് പ്ലസ് റിമൈനിങ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് എടുക്കാം. ക്ലിയർ ആണോ? Yes sir. Debt
equity shares, then retained earnings. Clear, Lanjana? Sir, ഇവിടെ 30 lakh extra എടുത്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് 6 lakh. സോ അഡീഷണൽ ആയിട്ട് 30 ലാക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണെങ്കിൽ മൊത്തം 36 ലാക്സ് എന്ന് പറയും. ഇത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് എടുക്കുന്നതായിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ അഡീഷണൽ ഫണ്ട് ഫിനാൻസ് ആയിട്ട് 30 ലാക്ക്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് 30 ലാക്സ് മതി. അതില് 6 ലാക്സ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ടുണ്ട്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 30:70. സോ 30 + 6 പോകാതെ ടോട്ടൽ 30 ആണ് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുന്നത്. ദെൻ 30:70 ആണ് ഡെപ്റ്റ് ഇക്വിറ്റി ആണ്. ഡിബഞ്ചേഴ്സും ഇക്വിറ്റി ഷെയർസും അല്ല പറഞ്ഞിരിക്കുന്നത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെപ്റ്റ് അതിനകത്ത് 30%, ഇക്വിറ്റി ടോട്ടൽ 70%. ദാറ്റ് മീൻസ് 9 ലാക്സും 21 ലാക്സും. സോ ആ 21 ലാക്സിൽ 6 ലാക്സ് നമ്മൾ എങ്ങനെയാണ് കൊണ്ടിരുന്നത്? ഓൾറെഡി ഉള്ള റീറ്റൈൻഡ് ഏർണിംഗ്സിൽ നിന്നാണ്. ക്ലിയർ ആണ്? ഓക്കെ സർ. സോ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് വരുന്ന ഡെപ്റ്റ് എത്രയാണെന്ന് കിട്ടി, ഇക്വിറ്റി എത്രയാണെന്ന് കിട്ടി. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാം അല്ലെ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് പോസ്റ്റ് ടാക്സ് ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ ഡെപ്റ്റ്. അതിനുവേണ്ടിയാണ് എന്തിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഡെറ്റ് അറ്റ് ദ റേറ്റ് 11% ബിഫോർ ടാക്സ് അപ് ടു 3 lakhs. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല എന്താണ്? കെ ഡി ഫോർമുല എന്താണ്? ഫോർമുല എന്താണ് ഫോർമുല? അരുണേ, ഒരു പറയാവോ കെ ഡി ഫോർമുല? കേൾക്കുന്നില്ലേ? Hello, sir. കെ ഡിയുടെ ഫോർമുല പറയാവോ? Interest divided by net proceeds into 100. ഇൻട്രസ്റ്റ്. സോ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത്, സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആഫ്റ്റർ ടാക്സ് കെ ഡി ഫോർമുല നമുക്ക് ഇവിടെ എന്തെടുക്കാം? കെ ഡി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സോ അപ് ടു 3 lakhs എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. കെ ഡി. സോ ടോട്ടൽ നമുക്ക് എമൗണ്ട് ഓഫ് ഡെപ്റ്റ് എത്രയുണ്ട്? 9 lakhs. ടോട്ടൽ എമൗണ്ട് എത്രയുണ്ട്? എമൗണ്ട് 9 lakhs അല്ലേ? സോ ഇതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ് ടു 3 lakhs എത്രയാണ്? 11% ബിഫോർ ടാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് 14% ബിയോണ്ട് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് ഈ 9 lakhsനെ എന്തായിട്ട് എടുക്കാം? നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെയാണ്. സോ അപ് ടു 3 lakhs എത്ര പെർസെന്റേജ് ആണ്? അപ് ടു 3 lakhs 11% അല്ലെ? അപ് ടു 3 lakh 11% പ്ലസ് റിമൈനിങ് എത്രയാണ്? ബിയോണ്ട് ദാറ്റ് 14%. റിമൈനിങ് എത്രയുണ്ട്? 3 lakh കഴിഞ്ഞാൽ ടോട്ടൽ 9 lakhs. അതിൽ 3 lakh കഴിഞ്ഞാൽ റിമൈനിങ് എത്രയുണ്ട്? 6 lakhs. 6 lakhs into 14%. ഇതല്ലേ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് അല്ലേ? Yes, sir. സോ കമ്പ്യൂട്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട് എടുക്കുക. ടോട്ടൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. അതാണ് 3 lakh into 11%, 33,000 plus 33,000 plus
6 lakh into 14%. 6 lakh into 14%. Or 84,000 total. Interest total at 1,17,000. So, this is KD cost of debt after tax and so 1,17,000 total at 9 lakhs into another percent to 100 അതിൽ നിന്ന് 1 minus tax. 1 minus tax. So ഇവിടെ എത്രയായിരുന്നു tax 30% ആണ്. So 1 minus 0.30. Try to answer. Righty. Percent into 100 would 9.1%. Clear? 9.1%. So adjustment is up to 3,11,000 before tax, and after beyond that means total 9 lakhs 6 lakh in the 14% so adil namukku kitti adil ninnu tax korchu into 100 percentage kitti adil ninnu before tax another adil ninnu tax aayittulla adu korchu 30% ആണ് 1 minus tax rate അല്ലെങ്കിൽ 100 minus tax rate 1 minus 0.30 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 9.1% into 100 എടുക്കുമ്പോഴത്തേക്കും 9.1%. Then second എന്താണ് കണ്ടുപിടിക്കേണ്ടത്? Cost of equity. KE cost of equity. ഇവിടെ ഏത് ഫോർമുല യൂസ് ചെയ്യും? Cost of equity കണ്ടുപിടിക്കാനായിട്ട് ഏത് ഫോർമുല യൂസ് ചെയ്യും? Growth model. Dividend growth method. So formula KE D1 by PC. D1 KE is equal to D1 divided by P0 into 100 Plus G. Compute ചെയ്യാം. എത്രയാണ് D1 എത്രയാണ് P0 is dividend payout ratio. So EPS വന്നിട്ടുണ്ട്, dividend payout ratio വന്നിട്ടുണ്ട്. So D0 എത്ര വരും? D0 എത്ര വരും? 15 അല്ലേ EPS? Earnings per share 15 and dividend payout 70%. So 15 into 70%. എത്ര വരും? D0 10.5. Then ഇതിനൂടെ D1 കിട്ടാൻ എന്ത് ചെയ്യണം? D0 into 1 plus G. So 10.5 10% ആണ് 1.1. 11.55. കിട്ടിയത് കിട്ടിയോ എല്ലാവർക്കും? Yes, sir. P0 എത്ര വരും? P0 എന്താണ് ഇതിനകത്ത്? P0 എന്താണ്? Market price. And the market price 90. P0 is equal to 90. So 11.55 divided by 90 into 100 plus
ജി ഇതാണ് 10% അല്ലെങ്കിൽ 10 കണ്ടുപിടിച്ചാൽ എന്തായി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇവിടെ നമുക്ക് ആ ഗ്രോത്ത് തന്നിരിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിവിഡൻഡ് ഗ്രോത്ത് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. D1 ഡിവൈഡഡ് ബൈ P0 കറണ്ട് EPS തന്നിരിക്കുന്നു, ദെൻ അതേ ഇൻറ്റു പേ ഔട്ട് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് D0, ദെൻ അതിൻ്റെ കൂടെ ഗ്രോത്ത് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് D1, ദെൻ ഡിവൈഡഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 90 × 100 + 10. Right answer 22.83. 22.83%. Then third one എന്താണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക്. നമ്മൾ രണ്ട് കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്തു. പോസ്റ്റ് ടാക്സ് ഡെപ്റ്റ് AD കണ്ടുപിടിച്ചു, then KE നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, then calculate cost of retained earnings and cost of equity രണ്ട് കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ തന്നെയാണ് നമുക്ക്. സോ KE നമ്മൾ കണ്ടുപിടിച്ചു, ഇനിയും KR. സോ KE അറിയാമെങ്കിൽ KR കണ്ടുപിടിക്കാൻ എന്തുകൂടെ ചെയ്താൽ മതി അഡീഷണൽ ആയിട്ട്? കോസ്റ്റ് ഓഫ് retained earnings KR കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിനുവേണ്ടിയല്ലേ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. എന്ത് ടാക്സ് റേറ്റ് തന്നിരിക്കുന്നു? Personal tax rate. Shareholders personal tax rate of 20%. Clear? So KE into 1 minus ആ ടാക്സ് റേറ്റ് നോക്കാം. പേഴ്സണൽ ഷെയർ ഹോൾഡറിന്റെ പേഴ്സണൽ ടാക്സ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ KEയിൽ നിന്ന് നോർമലി KEയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? KE into 1 minus ടാക്സ്, ആ ഒരു പേഴ്സണൽ ടാക്സ് റേറ്റ്. So 22.83 into 1 minus 0.20. Advance 18.264%. 18.26%. തീർന്നോ? നീ എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? Overall WHS. Weighted average cost of capital. Calculate the overall weighted average cost of capital. Then നമ്മൾ നോർമലി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു റോ ആൻഡ് കോളം യൂസ് ചെയ്യാം. സോഴ്സ് ഏതൊക്കെയായിരുന്നു? Equity shares, then retained earnings, then debt, then amount. Equity 15 lakhs, then 6 lakhs, then debt 9 lakhs, total 30 lakhs. Then weight and proportion 1/2 and 0.5, then 0.20, then 0.30, then specific cost. Equity 22.83% KE, 18.26%, then KD 9.1%. Then product 22.83 into 0.5, 11.415%, then 18.26 into 0.2, 3.652%, then 9.1 into 30%, 2.73%. Adding now can do weighted average cost of capital back. Exam question ആണ്. ഇതാ ഒരു അഞ്ചനെ വെച്ചൊരു ഡൗട്ട് ആണ്. നമുക്ക് ഒരു 6 lakh retained earnings അത് ഉൾപ്പെടെ 30 lakhs എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.
17.797%. Clear, right? Yes, sir. Yes, sir. മാർക്ക് ചെയ്തേ കേട്ടോ, എക്സാം ക്വസ്റ്റൻ ആണ്, നല്ലൊരു ക്വസ്റ്റൻ ആണ് ഇത്. ഇവിടെ വരും നോർമലി, ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്, പിന്നെ ഈ ഇൻട്രസ്റ്റിലെ കമ്പ്യൂട്ടേഷനിൽ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്, ഈ ഒരു ടാക്സ് കുറയ്ക്കാൻ മറന്നു പോകുന്നത്. ദെൻ പിന്നെ വരുന്ന മിസ്റ്റേക്ക് ആ പേഴ്സണൽ ടാക്സ് അറിയാതെ തന്നെ ഈ തന്നെ KR ആയിട്ടും എടുക്കും. സോ നമ്മൾ വിചാരിക്കും ഫൈനലിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ ഇവിടെ വരുന്നുള്ളൂ, സോ അതിന് നമുക്ക് ഫിനാൻഷ്യൽ ഫോമിൽ മാർക്ക് കിട്ടില്ല. ബിക്കോസ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓരോന്നും ശരിയാക്കി ഫുൾ ആക്കുക. ഒന്ന് മാർക്ക് ചെയ്തേക്കാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 companies A, B and C are in the same business and hence have similar operating risk. However, the capital structure of each firm is different. ABC equity share capital, face value 10 per share, market value, then dividend per share, debentures, market value per debentures, interest rate. ടൈപ്പ് ചെയ്തതിൽ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്യാം, പ്രിന്റിലില്ല എങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. അസ്യൂം ദ കറന്റ് ലെവൽ ഓഫ് ഡിവിഡൻഡ്, assume the current level of dividend are generally expected to continue, are generally expected to continue indefinitely and the income tax rate is 30%. Then compute weighted average cost of capital of each company, weighted average cost of capital of each company. ഓരോ കമ്പനിയുടെയും എയുടെയും ബിയുടെയും സിയുടെയും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാം. നന്നായിട്ട് വായിക്കാം. ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രസന്റേഷൻ ഓരോ കമ്പനിയായിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിരിക്കും. സോ എങ്ങനെയായിരിക്കും എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ പ്രസന്റേഷൻ, സോ ഇതിനകത്ത് ഓരോന്നും കണ്ടുപിടിച്ച് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ, നമ്മൾ ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യമുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ കമ്പനി എയുടെ മാത്രം ആദ്യം എടുത്ത് ചെയ്തു, പിന്നെ കമ്പനിയുടെ ബി, കമ്പനിയുടെ സി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന ടൈം എടുക്കുന്നതിനെക്കാട്ടിലും ഒരു 2.5 ഇരട്ടി ടൈം എടുക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, എങ്ങനെ ഒരു ആൻസറിങ് പാറ്റേൺ കൊണ്ടുവരാമെന്ന് നോക്കുക.
എങ്ങനെ പ്രസന്റ് ചെയ്യാം? എങ്ങനെ പ്രസന്റ് ചെയ്യാം? ഇല്ല, നമുക്കിവിടെ ഇതൊക്കെയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ദെൻ ഡിബഞ്ചേഴ്സ്. സോ അത് രണ്ടുമാണ് ക്യാപിറ്റൽ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ദെൻ മാർക്കറ്റ് പ്രൈസ് D0 തന്നിട്ടുണ്ട്, D0 തന്നിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. താഴെ എന്ത് പറഞ്ഞിട്ടുണ്ട്? So assuming that the current level of dividend are generally expected to continue indefinitely, എന്താ അതിന്റെ മീനിങ്? സെയിം ഡിവിഡൻഡ്. അതാ പറഞ്ഞ അതിന്റെ മീനിങ് എന്താണ് നമ്മുടെ? സോ നോർമലി നമുക്കൊരു ഗ്രോത്ത് ഇല്ല. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്? ഗ്രോത്ത് അപ്രോച്ച് അല്ല, ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ഇല്ല, ദർ ഇസ് നോ ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ്. ഓക്കെ, ദെൻ ടാക്സ് റേറ്റ് 30%. ബാക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ ഓരോന്നിന്റെ വെയിറ്റ് കണ്ടുപിടിച്ച് കമ്പനി എ, കമ്പനി ബി, കമ്പനി സി നമ്മൾ നോർമലി ഒരു എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം? സോ നമുക്ക് ശരിക്കും എന്താണ്? KD ഇൻറ്റു കറസ്പോണ്ടിങ് വെയിറ്റ് പ്ലസ് KE ഇൻറ്റു കറസ്പോണ്ടിങ് വെയിറ്റ്. അതാണല്ലോ നമ്മുടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ? എന്തൊക്കെ പർട്ടിക്കുലേഴ്സ്? കമ്പനി A, B, C. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ക്വസ്റ്റൻ നമ്മൾ ഫുൾ ആയിട്ട് വായിച്ചിട്ട് ആൻസർ പറയാം. വരും. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്ര ഉണ്ട്?
number of equity shares 4 lakh divided by 10, 40,000, then 25,000, then 50,000. Then market value per share market value per share 15, 15 ഇവിടെ 15, then 15. ഇവിടെ 20, 20, 12. 12. Okay, so equity shares in the market value എത്രയാണ്? Market value. So 40,000 into 15. So 6 lakhs. Then 25,000 into 20. 5 lakhs. Then 50,000 into 12. 6 lakhs. So currently our business same same risk but capital structure of each firm is different. So the face value number of equity shares, then equity shares in the market value information. That means so company equity shares in the market value 6 lakh, 5 lakh and 6 lakhs. That note that 6 lakhs, 5 lakhs, 6 lakhs. Then in the capital debentures face value. So number of debentures ആദ്യം കണ്ടുപിടിക്കുക. Number of debentures. Number of debentures ഇവിടെ ഒന്നുമില്ല. ഇവിടെ എത്ര വരും? കമ്പനി ബി എത്ര വരും? debentures, number of debentures face value 100 ആണ്. So that means 1000, then 2500. 1000, 2500. Market value per debenture. ഇവിടെ 125, ഇവിടെ 80. Then market value of debt. Market value of debenture അല്ലെങ്കിൽ debt. കാട്ടും 1,25,000. Then 500, 80, 2 lakhs. One lakh 25, 2 lakhs. Then total capital. Total 6 lakhs. ഇത് മാത്രം equity share മാത്രം, equity share capital മാത്രം. Then ഇവിടെ 6,25,000. Then ഇവിടെ 8 lakhs. Weight of equity ഈ ഫസ്റ്റ് കമ്പനിയിൽ ഇക്വിറ്റിയുടെ വെയിറ്റ് എത്രയാണ്? ടോട്ടൽ ഇക്വിറ്റി ആണ്. സോ 6 lakh ഡിവൈഡഡ് ബൈ 6 lakh എടുത്തു കഴിഞ്ഞാൽ 1 വരും. ഇവിടെ എത്ര വരും? 5 lakh ഡിവൈഡഡ് ബൈ 6 lakhs 25,000. 5 lakh ഡിവൈഡഡ് ബൈ 6 lakh 25,000 എത്ര വരും? 0.80. ഇവിടെ 6 lakh ഡിവൈഡഡ് ബൈ 8 lakh 0.75. അതേപോലെ weight of debt. Weight of debt ഇവിടെ ഇല്ല. Then ഇവിടെ 1,25,000 divided by 6,25,000. 0.20. ഇവിടെ 2 lakh divided by 8 lakh വരും 0.25.
Then എന്താണ് സ്പെസിഫിക് കോസ്റ്റ് കണ്ടുപിടിക്കണം. സ്പെസിഫിക് കോസ്റ്റ് KE ഏത് ഫോർമുല യൂസ് ചെയ്യാം ഇവിടെ? D divided by P0 into 100. കേട്ടോ എയ്ക്ക് ഡി എത്രയാണ്? എയുടെ 2.7 divided by 50 into 100. കേട്ടോ തോന്നു ഒട്ടുണ്ടെങ്കിൽ എഴുതുക. 2.7 divided by 15 into 100 തോന്നു 18%. അല്ലേ? Then next 4 divided by 20 into 100 കിട്ടും 20%. Then third one 2.88 divided by 12 into 100 24%. 24%. Then KD എത്ര വരും? ഫസ്റ്റ് കേസിൽ ഡിബഞ്ചേഴ്സ് ഇല്ല, നിൽ. സെക്കൻഡ് കേസിൽ എത്ര വരും? KD വരും. സോ ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ തന്നേക്കുന്നത്? എത്ര വരും? KD എത്ര വരുന്നേ? കമ്പനി ബിക്ക് 10%. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എപ്പോഴും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. സോ അതൊരു വലിയ തെറ്റാണ്. നമുക്ക് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് പോകും. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മീൻസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ടാക്സ് ഡെപ്റ്റ്. സോ നമുക്ക് എപ്പോഴും ഇങ്ങനെ തരുന്നത് തന്നെ നമുക്ക് തെറ്റിക്കാനായിട്ടാണ്. സോ തന്നു കഴിഞ്ഞാൽ KG ഡയറക്റ്റ് എഴുതിയാൽ ഗോൺ നമുക്ക് അവിടെ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം, എപ്പോഴും നമുക്ക് ആ ഫോർമുല ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് അല്ലേ? സോ ഡയറക്റ്റ് 10% എന്ന് എഴുതിയിട്ട് 10ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ടാക്സ്. ആഫ്റ്റർ ടാക്സ് ഡെപ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. സോ 10% എന്ത് കുറയ്ക്കുക? ടാക്സ് എലമെന്റ് കുറച്ച് മാറ്റുമ്പോൾ നമുക്ക് എത്ര പെർസെന്റേജ് വരും? 7%. നമുക്കത് ഒത്തിരി മാർക്ക് പോകുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ അത് അറിയില്ല ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മീൻസ് ആഫ്റ്റർ ടാക്സ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഡയറക്റ്റ് തന്നു, അതേപോലെ എടുത്ത് എഴുതരുത്. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത എത്ര കിട്ടും? 5.6%. നമുക്കിപ്പോ വെയിറ്റ് കിട്ടി. ദെൻ വാക്ക് ഒറ്റയടിക്ക് വാക്ക് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? വെയിറ്റ് ഓഫ് ഇക്വിറ്റി into KE plus weight of debt into KD. ഒറ്റയടിക്ക് ഇവിടെ ചെയ്ത് ആൻസറിലേക്ക് വരിക. സോ ഫസ്റ്റ് ഇതിന്റെ കേസ് നമുക്ക് ഇതാണ്. വെയിറ്റ് 1 ആണ്. ഇൻറ്റു 18% പ്ലസ് 0 ആണ്. സോ എത്ര വരും? ബാക്ക് 18%. സെക്കൻഡ് കേസിൽ 0.80 into 20% plus 0.20 into 7%.
Item 17.4%. Get your answer. 17.4%. The third one. 0.75 into 24% plus 0.25 into 5.6%. Right answer. നമ്മൾ ആ ചാർട്ട് വരച്ച് ചെയ്യുന്നതിന് വരെ ഇവിടെ വെയിറ്റ് ആക്കി എഴുതി കറസ്പോണ്ടിങ് വെയിറ്റും സ്പെസിഫിക് കോസ്റ്റും കണ്ടുപിടിച്ചു. ദെൻ ഒറ്റ ഫോമുല ഇവിടെ എഴുതി പലതവണ എഴുതുന്ന ഒഴിവാക്കി. റൈറ്റ് ആൻസർ 19.4%. കിട്ടിയല്ലോ? ഗൗരി കിട്ടിയ ആൻസർ Yes, sir. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? സോ എപ്പോഴും ഡെപ്റ്റിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് സ്പെസിഫിക് കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും സോ ടാക്സിന് മുമ്പുള്ള വന്നിട്ടുണ്ടാവും. എവിടെയെങ്കിലും ക്വസ്റ്റ്യനിലേറ്റോ ഓപ്ഷൻ ഇതേപോലെയൊക്കെ ആയിരിക്കും ടാക്സ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഡയറക്റ്റ് എടുത്ത് പോകരുത്. അതിൽ നിന്ന് ടാക്സ് എലമെന്റ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ടാക്സ് സ്പെസിഫിക് കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? Yes, sir. Next question. A fast growing company wants to expand its total asset by 50% by the end of the current year. You have been given below the company's capital structure, which is considered to be optimal. There are no short-term debts. 8% debentures, 9% debentures, equity shares. No debentures would be cost at 14% coupon rate and will be sold at par. Preference shares will have 15% rate and will also be sold at par. Equity shares currently selling at rupees 100 can be sold to net the company rupees 95. The shareholders required rate of return is 17%, consisting of a dividend yield of 10% and an expected growth rate of 7%. Retained earnings for the year are estimated to be 50,000. 50,000. The corporate tax rate is 50%. You are required to calculate the following values. Assuming all asset expansion is included in the capital budget, which is required amount of capital. What is the required amount of capital? How much of capital must be financed by issuing no equity shares to maintain the optimal capital structure? Calculate the cost of new issue of equity shares and retained earnings. Calculate the weighted average cost of capital using marginal weights. Question വായിക്കാം.
Clear ആയ question? First question answer എന്താണ്? എന്തായിരിക്കും first question answer? First going company wants to expand its total asset by 50%. So balance ഇതിനകത്ത് you have given below the company's capital structure. So ഇതിന് corresponding ആയിട്ട് asset side എത്ര ഉണ്ടാവും total? 10 lakhs. 10 lakhs. So അതിന്റെ 50% ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പുതിയതായിട്ട് കൊണ്ടുവരേണ്ടത്. So first question answer കഴിഞ്ഞില്ലേ? എത്രയായിരിക്കും നമ്മൾ additional amount of additional, what is the required amount of capital? 5 lakhs. 5 lakh. Clear അല്ലേ? ഉണ്ടോ? നമുക്ക് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അവിടെ തന്നെ ഉണ്ട്. ടോട്ടൽ 10 lakh ഉണ്ട്, അതിന്റെ 50% ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഷോർട്ട് ടൈം ഡെറ്റ്സ് ഒന്നും കൊണ്ടുവരുന്നില്ല. സോ therefore ആൻസർ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ required amount of capital for expansion is equal to 10 lakhs into 50% equal to 5 lakhs. You are being given below the company's capital structure which is considered to be optimal. So company ക്ക് ഏറ്റവും favorable ആയിട്ട് optimal ആയിട്ടുള്ള capital structure ന്റെ ആണെന്ത്? So debentures 4 lakhs, preference shares 1 lakh, equity share 5 lakhs, total 10 lakhs. Okay. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, കമ്പനിയുടെ optimal capital structure ആണെന്ത്? 4:1:5. അതായത് ഡിബഞ്ചേഴ്സ് 4, പ്രിഫറൻസ് ഷെയർസ് 1, ഇക്വിറ്റി ഷെയർസ് 5. 4:1:5. ഇവിടെ നോക്കാം, ഹൗ മച്ച് ദ ക്യാപിറ്റൽ മസ്റ്റ് ബി ഫിനാൻസ്ഡ് ബൈ ഇഷ്യൂയിങ് ന്യൂ ഇക്വിറ്റി ഷെയർസ് ടു മെയിൻറ്റെയിൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, സോ ഇവിടെ കുറെ കാര്യങ്ങൾ. റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഫോർ ദ ഇയർ എസ്റ്റിമേറ്റഡ് ടു ബി 50,000. Second question like varam. How much capital must be financed by computation of new equity shares to be issued. എന്തുകൊണ്ട് optimal structure. Okay, so currently optimal structure ആണ്. Optimal structure that debt, preference shares, debt comma preference and equity ratio. എത്രയാണ്? So 4 lakh is to 1 lakh is to 5 lakh ആണ് നമുക്ക് റേഷ്യോ ആയതുകൊണ്ട്.
So lakhs നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും 4:1:5. ഓക്കെ അല്ലേ? 4:1:5. സോ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്നത് അസ്യൂമിങ് ക്യാപിറ്റൽ മസ്റ്റ് ബി ഫിനാൻസ്. ഹൗ മച്ച് ക്യാപിറ്റൽ മസ്റ്റ് ബി ഫിനാൻസ്ഡ് ബൈ ഇഷ്യൂയിങ് ന്യൂ ഇക്വിറ്റി ഷെയർസ് ടു മെയിൻറ്റെയിൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ എന്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം? നമ്മൾ പുതിയതായിട്ട് 5 lakh കൊണ്ടുവരുമ്പോൾ അതും ഏത് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം? 4:1:5. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Then capital structure. Capital structure for additional amount. Capital structure for additional amount mobilized for expansion. So total എത്രയായിരുന്നു കൊണ്ടുവന്നത്? 5 lakhs. Debt, preference, equity. Ratio എങ്ങനെയായിരുന്നു? 4:1:5. സോ ഡെപ്റ്റ് എത്ര വരും? ഡെപ്റ്റിന്റെ കണ്ടുപിടിക്കാനായിട്ട് 5 lakh into 4 divided by 10. 5 plus 5, 10. കിട്ടും 2 lakh. 2 lakhs. 2 lakhs. So debt 2 lakhs. Then preference shares. There are 5 lakh into 1 divided by 10. Right? 50,000. 50,000. Third one. 5 lakhs into 5 divided by 10. 2,50,000. 2,50,000. So debt is to preference share, preference is to equity. Equity includes and retained earnings also. Okay. So retained earnings എത്ര ഉണ്ട്? 50,000 already ഉണ്ട്. So നമ്മൾ equity share capital ആയിട്ട് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട എത്രയാണ്? 2 lakh. 2 lakhs. So equity 2,50,000. Equity എന്തുണ്ട്? Retained earnings ഉണ്ട് 50,000. Retained earnings 50,000. So therefore remaining equity shares, new equity shares issue ചെയ്യേണ്ട എത്രയാണ്? 2 lakhs. ഇതല്ലേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ബിക്കോസ് നമുക്ക് പക്ഷേ ഇതും കൂടെ വേണം. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Calculate the weighted average cost of capital using marginal weights. Okay, so additional to marginal weights in the sense additional to വന്നതിന്റെ weight യൂസ് ചെയ്ത് cost of capital കൂടെ compute ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. Okay. So how much capital must be financed by issuing new equity shares to maintain optimal capital structure? So amount of new equity shares to be issued to maintain optimal structure. Therefore, the amount of new equity shares to be issued to maintain optimal capital structure is rupees 2 lakhs. Clearly. So ഇത് കണ്ടുപിടിച്ചു.
ഇത് കണ്ടുപിടിച്ചു. Calculate the cost of new issue of equity shares and retained earnings. Third one, calculate the cost of new equity shares and retained earnings. ഞാൻ കണ്ടുപിടിക്കാം. ഇതാണ് KE. D1 by P0. P1 by growth ഉള്ളതുകൊണ്ട് P1 divided by P0. 100 plus G. P1 divided by P0 into 100 plus G. Correct ആണ്. Cost of new equity. Cost of new equity. Cost of new equity KE is equal to D1 divided by P0 into 100 plus G. D1 എത്രയാണ്? D1 എത്ര വരും? Ten. D1 10 അല്ലേ? So 100 into 10%. Because നമുക്ക് ഇതെല്ലാം എന്താണ് ന്യൂ ഇതിന്റെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർസ് കറന്റ് സെല്ലിംഗ്. സോ റൈറ്റ് നൗ 100 ആണ്. അതിന്റെ ഡിവിഡൻഡ് yield, കൺസിഡറിംഗ് ഡിവിഡൻഡ് yield is 10%. സോ EPS അതിന്റെ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 10% ആണ് നമ്മുടെ D1. സോ D1 is equal to 100 into 10%. D1 is equal to 100 into 10% equal to 10. So 10 divided by P0. So new shares ഉണ്ടെങ്കിൽ P0 ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ It is currently selling at 100 and can be sold to net the company rupees 95. So 10 divided by 95 into 100 plus 7. Right answer. £11.2. എത്രയാണ്? 17 point
17.53%. 17.53%. അടുത്തത് KR, കോസ്റ്റ് ഓഫ്. സർ ഇവിടെ നമ്മൾ എന്തായിരുന്നു ഡിവിഡൻഡ് 10 തന്നെ എടുത്തത് ഈ ഗ്രോത്തിന്റെ ഇത്? ഇവിടെ ന്യൂ ഡിബഞ്ചേഴ്സിന്റെ നമ്മളൊരു പുതിയതായിട്ട് വന്നിട്ടാണ് പറഞ്ഞത് ഇക്വിറ്റി ഷെയർസ് കറന്റ് സെല്ലിംഗ് 100. സോ അടുത്ത വർഷത്തേക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അത് എടുത്തിരിക്കുന്നത്. 100 ഇൻറ്റു അതിന്റെ പുതിയ ഡിവിഡൻഡ് ഈൽഡ് റേറ്റ് ആണ് 10%. ഓക്കെ സർ. Cost of retained earnings. Cost of retained earnings. KR. Cost of retained earnings is cost of എന്ത് വരും? എക്സിസ്റ്റിംഗ് ഇക്വിറ്റി. ഇവിടെ മാത്രമാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ഇതിൽ നിന്ന് ആ ഒരു ടാക്സ് റേറ്റ് കുറയ്ക്കുക. അത് മാത്രം എലമെന്റ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റിയും ന്യൂ ഇക്വിറ്റിയും ഉള്ള സെനാരിയോയിലാണ് കെയും KR തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ KR ഇസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100 പ്ലസ് G. D1 എത്ര വരും? 100 ഇൻറ്റു 10%. 10. P0 എത്ര ആയിരിക്കും ഇവിടെ? P0 എത്ര ആയിരിക്കും? 100 കറന്റ് മാർക്കറ്റ് പ്രൈസ്. ബാക്കിയെല്ലാം സെയിം. 10 divided by 100 into 100 plus 7. 17%. 17%. Ready answer? Yes, sir. ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ന്യൂ പ്രിഫറൻസ് ഷെയർസ്. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കോസ്റ്റ് ഓഫ് ന്യൂ cost of new debt. Cost of new debt. So KD prevalence. Cost of new debt.
7% ആണോ? 7% ആണ്. 14% ടാക്സ് കുറച്ച് എലമെന്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടോ പുതിയതിന്റെ 14% ആണ്. അത് നമുക്ക് അതല്ല വേണ്ട, എന്താണ് ആഫ്റ്റർ ടാക്സ് ഡെപ്റ്റ് ആണ് വേണ്ടത്. 14%. സോ ഇൻട്രസ്റ്റ് ഇൻറ്റു ടാക്സ് റേറ്റ് ആണ്. സോ 14% ഇൻറ്റു 1 മൈനസ് 0.50. സോ 14ന്റെ പകുതി എത്ര വരും? 7%. ക്ലിയർ അല്ലേ? Then cost of new preference shares, KP. നേരെ പറയാം ക്വസ്റ്റ്യൻ. എത്രയാണ്? 15%. 15%. സോ അവിടെ മെത്തേഡിലാണ് തന്നിരിക്കുന്നത്, ആഫ്റ്റർ ടാക്സ് തന്നെ വരുന്നതാണ്. സോ ഡയറക്റ്റ് 15%. ബിക്കോസ് ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ഇതെല്ലാം ന്യൂ ആണ് പറയുന്നത്. ഓൾറെഡി എന്താണ് ഇത് 8%, 9% ആയിരുന്നത് 14%, 15% ആയി. സോ ഈ 14% നമുക്ക് ബിഫോർ ടാക്സ് ആണ് പറയുന്നത്. നമുക്ക് KD എപ്പോഴും എങ്ങനെയാണ് വേണ്ടത്? ആഫ്റ്റർ ടാക്സ്. സോ അങ്ങനെ അത് 7%. Then preference shares KP 15%. Then ഇനി weighted average cost of capital കണ്ടുപിടിക്കാമല്ലോ. Computation of weighted average cost of capital. Source of fund. It's already നമുക്ക് amount കൊടുക്കുക. Then weight specific cost, then product. Debentures എത്രയായിരുന്നു? 2 lakh അല്ലേ? $2 lakhs. Then preference shares. Preference shares 50,000. Then equity shares again 2 lakhs. Retained earnings. $50,000. So weight എടുക്കുമ്പോൾ എത്രയൊക്കെ വരും? .40, 0.10, 0.40, 0.10. Specific cost debentures 7%, preference shares 15%, KE 17.53%, and 17%. So product എടുക്കുക, ആഡ് ചെയ്ത് ടോട്ടൽ ആണ് weighted average cost of capital. Weighted average cost of capital. സാർ അവിടെ 95 എടുത്ത എന്തിനാന്ന് ഒന്നുകൂടെ പറയാം. ആ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ എടുക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ നമുക്ക് അതിനകത്ത് ക്യാൻ ബി സോൾഡ് ടു ദ നെറ്റ് ടു ദ കമ്പനി എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ 95. സോ ദാറ്റ് മീൻസ് ഇഷ്യൂ പ്രൈസ് എന്ന രീതിയിൽ നമുക്ക് കറണ്ട് സെല്ലിംഗ് പ്രൈസ് സോൾഡ് ആണ്. സോ ഇഷ്യൂ പ്രൈസ് നമുക്ക് പുതിയ സെയിൽ ചെയ്യാൻ പറ്റുന്ന 95. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഇഷ്യൂ പ്രൈസ് അല്ലേ? ന്യൂ ഷെയർസ് ഇഷ്യൂ ആണെങ്കിൽ ഇഷ്യൂ പ്രൈസ് അല്ലേ എടുക്കുന്നത്? അത് എന്തിനാണ്? റീറ്റെയിൻഡ് ഏർണിംഗ്സിനാണ്.
റീറ്റൈൻഡ് ഏർണിംഗ്സിന്റെ ആകുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഈ ഷെയർസിന്റെ പുറത്തല്ലേ റീറ്റൈൻഡ് ഏർണിംഗ്സ് വരുന്നത്, ന്യൂ ഇക്വിറ്റിയുടെ പുറത്തല്ലല്ലോ. ആ കേസിൽ നമ്മൾ എന്തേ എടുക്കുള്ളൂ? മാർക്കറ്റ് പ്രൈസ്. ഓക്കെ സർ. സോ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, ന്യൂ ആണെങ്കിൽ മറ്റേ ഇഷ്യൂ പ്രൈസ് ആണ്. നമ്മൾ ആ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന ആ പോർഷനാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറിയിൽ വന്ന ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ ജന? യെസ് സർ. ഓരോന്ന് മൾട്ടിപ്ലൈ ഒന്ന് ആൻസർ പറയാം. വരും. Debentures 2.8%, 0.8%. Then preference shares 1.5%, 0.5%. Then equity shares 7.012%, 0.12%. retained earnings 1.7%, 7%. So total 13.012%. 0.12%. 13.012%. ഇത് എല്ലാവർക്കും ഇതേപോലെ ഓക്കെ അല്ലേ? Okay, sir. ക്ലിയർ അല്ലായിരുന്നേ? Yes, sir. Next question. XYZ Limited has the following book value capital structure: equity share capital in shares of ₹10 each, fully paid up at par. 7% preference capital, 100 each. In crores on retained earnings, then 13.5% debentures, 15% term loan. The next expected dividend per share is 3.6. The dividend per share is expected to grow at the rate of 70%. The rate of 7%. The market price per share is ₹40. Market per share is ₹40. Preference stock redeemable after 10 years is currently selling at ₹75 per share. Debentures redeemable after 6 years are currently selling at 80 per debentures. Tax rate of the company is 40%. Calculate the average cost of capital using one book value proportion and market value proportions. Define the marginal cost of capital schedule for the firm if it raises ₹10 crore in the next year, given the following information. The amount will be raised from equity and debt in equal proportions. The firm expects to retain ₹1.5 crores earnings next year. The additional issue of equity stock fetch a net price per share of ₹32. The debt capital raised by way of long-term loans will cost 15% for the first ₹2.5 crores and 16% for the next 2.5 crores. ഒന്ന് വായിക്കാം, ഒന്ന് വായിക്കാം നന്നായിട്ട്, ആൻസറിലേക്ക്
My question. Another question. Three വലിയ question ആണ്. എല്ലാം so redeemable preference shares, redeemable debt എല്ലാം തന്നെ വന്നിട്ടുണ്ട്. Then book value by proportional book value weighting കണ്ടുപിടിക്കണം, market value proportional weighted average cost of capital കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അത് question A. Then ഒരു 10 crores additional ആയിട്ട് ഇഷ്യൂ ചെയ്താൽ അതിന്റെ സെനാരിയോ ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ അല്ലേ എല്ലാവരും? Yes, sir. നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ ബുക്ക് വാല്യൂ particulars amount rupees in crores particulars amount. So book value എന്തൊക്കെയാണ്? equity share എത്രയായിരുന്നു? 15. Then retained earnings retained earnings 20 crores. Preference shares 7% preference shares. Right, 1 crore. Then debentures 10, term loan 12.5. Debentures 10, term loan 12.5. So total എത്ര വരുന്നുണ്ട്? ടോട്ടൽ എത്ര വരുന്നുണ്ട്? $58.5. 58.5. സോ ഇത് നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ എത്ര വലിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇനി നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ആ വെയിറ്റ് മാത്രം കമ്പ്യൂട്ട് ചെയ്ത് വിടുക. വീണ്ടും ഇത് എഴുതി സമയം കളയരുത്. സോ 15 ഡിവൈഡഡ് ബൈ 58.5. സോ പോയിന്റ് വല്ലാണ്ട് വരും. സോ നമ്മൾ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. ഫ്രാക്ഷൻ ആയിട്ട് നിർത്താം. 15 divided by 5.5, 20 divided by 58.5, 1 divided by 58.5 അങ്ങനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് വെയിറ്റ് നിലനിർത്തുക. ദെൻ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാർക്കറ്റ് വാല്യൂ ക്യാപിറ്റൽ സ്ട്രക്ചർ മാർക്കറ്റ് വാല്യൂവിന്റെ ബേസിസിലാണെങ്കിൽ വരും particulars. Then നമുക്ക് expected market price per share 40. So equity shares ₹10 is fully paid up. Okay. So number of equity shares. So number എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കുക. Number of units. Particulars. Then number of units. Then number of units. Market value.
per unit, then market value. Equity, number of units എത്ര വരും? 50 crores divided by 10. 15 crores divided by 10. കിട്ടും. Units എത്ര കിട്ടും? Units in lakhs കൊടുക്കുക. 150 അല്ലേ? Market value 40 ആണ്. Market price per share is 40. So 150 into 40 ഒരു 60 crores വരും. So retained earnings കൂടെ ഉൾപ്പെട്ട എന്ന രീതിയിൽ ഇക്വിറ്റി എന്ന രീതിയിൽ എടുക്കുക മാർക്കറ്റ് പ്രൈസ് ആയതുകൊണ്ട്. Then preference shares. Preference shares. So 100 lakhs അല്ലെങ്കിൽ 1 crore ആയിരുന്നു 100 each. So that means 1 lakh preference shares ഉണ്ടായിരുന്നു. Market value എത്രയാണ്? Per unit എത്രയാണ് preference sharesന്റെ? Preference stock redeemable currently selling at rupees 75. So വരും 75 crores. Then preference shares, then debentures. Debentures 100 each ആണ്. So 10 lakhs ആണ് വരുന്നത്. 10 crores divided by 100, 10 lakhs വരും. And debentures redeemable after 6 years are selling at rupees 80 per debenture. So 10 lakhs 80. So there 8 crores. Then term loan. Term loan നമുക്ക് യൂണിറ്റ്സും കാര്യങ്ങളൊന്നും കറണ്ട് ഇല്ല. സോ അതിന് മാർക്കറ്റ് പ്രൈസ് വ്യത്യാസം വരില്ല. 12.5 crores ആസ് ഇറ്റ് ഈസ്. ബുക്ക് വാല്യൂ തന്നെ ആയിരിക്കും അതിന്റെ മാർക്കറ്റ് വാല്യൂ. ടോട്ടൽ ടോട്ടൽ one lakh into 1 lakhs അല്ലേ? So 0.75 crore അല്ലേ? lakhs അല്ലേ? ഓക്കെ അല്ലേ? So the total $81.25 crores. Yes, sir. Clear അല്ലേ അത് അഞ്ജന? Sir, 1 crore number of shares വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 lakh എന്നല്ലേ കിട്ടും? 1 crore 1 lakh. 1 lakh into 75 lakhs left. 0.75. The value in crores ആണ് നമ്മൾ. നേരത്തെ ഇത് 1 crore ആണ് വെച്ചു. 1 lakh ആണ്. നേരത്തെ 75 ഇപ്പോൾ 0.75 ആക്കി. So 100 lakhs വന്നാലേ 1 crore വരത്തുള്ളൂ. 75 lakh അല്ലേ വരുന്നത്. 1.75 crores. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ അതടുത്ത്? സോ ഇനി എന്ത് ചെയ്യണം? ബുക്ക് വാല്യൂയിലും മാർക്കറ്റ് വാല്യൂയിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ അതിന് വേണ്ടിയിട്ട് ഇനിയും ഇതിപ്പോൾ നമ്മൾ വെയിറ്റ് കണ്ടുപിടിച്ചു. ടോട്ടൽ വെയിറ്റ് 2 കേസിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ പക്ഷേ ഇനി എന്ത് വേണം? സ്പെസിഫിക് കോസ്റ്റ് കണ്ടുപിടിക്കണം. കമ്പ്യൂട്ടേഷൻ ഓഫ് സ്പെസിഫിക് കോസ്റ്റ്. സോ സ്പെസിഫിക് കോസ്റ്റ് ഫസ്റ്റ് equity share capital, then preference share capital, KP. So redeemable preference shares ആണെങ്കിൽ cost of redeemable preference shares KP, cost of redeemable preference shares KP. ഇതൊരു ഫോർമുല.
redeemable preference shares के P formula. D plus RV minus NP by D N plus all divided by RV minus as NP NP. divided by N the all whole divided by RV plus RV plus NP by 2. NP divided by 2 into 100 അല്ലേ into 100. ശരി ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. D എത്ര 100 into 11%. Good. ഈ 111% അല്ലേ ഓർമ്മോ ഇവിടെ then RV പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ redeem ചെയ്യുന്ന എന്തിലായിരിക്കും Par. at par. So at par RV 100. NP 75. 75. വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ കറണ്ട് പ്രൈസ് നമുക്ക് NP നെറ്റ് പ്രോസീഡ്സ് ആയിട്ട് എടുക്കാം. സോ ലൈൻ 11 പ്ലസ് 100 മൈനസ് 75 ഡിവൈഡഡ് ബൈ എത്ര വർഷം ഉണ്ടായിരുന്നു redeem ചെയ്യുന്നത് 10 years. 10 years. The whole divided by 100 plus 75 divided by 2. $13.5 divided by 87.5 into 100. Good answer. You know what? 15.43%. Okay. Okay, sir. Then KD redeemable preference shares. Sorry, redeemable debentures. Cost of redeemable debentures KD cost of redeemable debentures KD ഇതൊരു formula I into 1 minus T. into 1 minus T അതാണ് മെയിൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം I into 1 minus T plus RV minus NP divided by N the whole divided by RV plus NP divided by 2. Into 100. Okay. 13.5 100. So I 13.5 ഇട്ടും tax rate 40% ആണ്. I 100 into 13.5%, 13.5 T 0.40 RV NP then N. RV എത്രയാണ് 100 then NP 80. N 6 അല്ലേ 6.
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസറിലേക്ക് വരും. (13.5) into 1 minus 0.40 plus 100 minus 80 divided by 6 the whole divided by 100 plus 80 divided by 2 into 100. (8.1) plus 3.33 divided by 90, 12.7%. 12.7%. Okay അല്ലേ? സോ ഇനി എന്തൊക്കെയുണ്ട് Yes, sir. ക്യാപിറ്റൽ ഐറ്റംസ്? ക്യാപിറ്റൽ ഐറ്റംസ് എന്തൊക്കെയുണ്ട്? Equity, retained earnings. മാത്രമാണല്ലോ. ടേം ലോൺ വിട്ടുപോയോ? Term loans. സോ ടേം ലോണിന്റെ കോസ്റ്റ് ആയിട്ട് പഠിക്കും. സോ KD ഓഫ് ടേം ലോൺ, cost of term loan. ആ KD എത്ര വരും? കോസ്റ്റ് ഓഫ് ടേം ലോൺ KD അരുണ എത്ര വരും? ടാക്സ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ടാക്സ് Tax. എലമെന്റ് ലെസ് ചെയ്യണം അല്ലേ? സോ I into 1 minus tax 15% അല്ലേ? 15 അല്ലേ? 1 minus 0.40. So 15%, 15 into 0.6. 9% ആണ് KD for term loan. Then cost of equity, KE, cost of equity, KE. Cost of equity, KE. ഏത് ഫോർമുലയായിട്ട് കണ്ടുപിടിക്കാം? growth, V1 divided by P0 into 100 plus G. The next expected dividend per share is rupees 3.6. അഞ്ജന ഇത് എന്താണ്? D0 ആണോ D1 ആണോ? അതോ ഈ 3.6ന്റെ കൂടെ 7%? ഇതാണ് നോർമലി സ്റ്റുഡൻസ് വരുന്ന ഡൗട്ട്. ഈ 3.6ന്റെ കൂടെ 7% ആഡ് ചെയ്താണോ D1 വരുന്നത്, അല്ലെങ്കിൽ 3.6 ആണോ? 3.6. 3.6. അത് 7% ആഡ് ചെയ്താൽ കോൺ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ആ ഒരു വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്ത സമയം മെനക്കെടുത്ത് വെയിറ്റ് കണ്ടുപിടിച്ച് രണ്ട് ചെയ്യുന്നതിനും നമുക്ക് ക്രെഡിറ്റ് കിട്ടില്ല. ബിക്കോസ് നമ്മുടെ എന്ത് തെറ്റിപ്പോവും? KE. സോ ദാറ്റ് മീൻസ് എന്താ അറിയില്ല എന്നുള്ളതാകും D1. D1 വരും 3.60 അല്ലേ? Then P0 കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 40 അല്ലേ? 40. 3.6 divided by 40 into 100 plus G എത്രയാണ്? 7%. റൈറ്റും 16%. 16%. ക്വസ്റ്റ്യനിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് എന്തായിരിക്കും? KR എന്ത് തന്നെ വരും?
16%. തന്നെ എടുത്തേക്ക്. പേഴ്സണൽ ടാക്സ് റേറ്റോ അങ്ങനെ നോ ഇക്വിറ്റി അങ്ങനെ ഒന്നും തന്നെ പറയുന്നില്ല. പേഴ്സണൽ ടാക്സ് റേറ്റ് ഒന്നും പറയാത്തതുകൊണ്ട് സോ ഡയറക്റ്റ് ആ ഒരു 16%. ഇക്വിറ്റി മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിട്ടേൺ ഏർണിങ്സ് കൂടെ വരും. സോ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് ഇക്വിറ്റിയുടെ അതേ റേറ്റ് തന്നെ കോസ്റ്റ് ഓഫ് സ്പെസിഫിക് കോസ്റ്റ് എന്തായിട്ട് എടുക്കുക 16% ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ അല്ലേ? Okay, sir. നെക്സ്റ്റ് നമ്മളെല്ലാം ഇതും കണ്ടുപിടിച്ചു. ദെൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് WACC യൂസിങ് ബുക്ക് വാല്യൂ source. Equity shares, then retained earnings, then preference shares, then debentures, term loan. നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നിന്റെയും ടോട്ടൽ എത്രയായിരുന്നു? 58.5. സോ 15 വാല്യൂ എഴുതാൻ നിൽക്കേണ്ട വെയിറ്റ്, ബിക്കോസ് നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡെസിമൽ കിട്ടില്ല, പോയിന്റ് ഇട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കേസിൽ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. 15 divided by 58.5, 20 divided by 58.5, then preference shares 10 അല്ലായിരുന്നു, 10 divided by 58.5, then debentures എത്രയായിരുന്നു? 21 10 അല്ല 1 അതെ. One divided by 58.5, then debentures എത്രയായിരുന്നു? 10 divided by 58.5, 12.5 divided by 58.5, then specific cost. ഓരോന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് എത്രയായിരുന്നു? 16%. അത് തന്നെയാണ് ഇതിൽ വരുന്നത്. റിട്ടേൺ ഏർണിങ്സിലും 16%. പ്രിഫറൻസ് ഷെയർസിന് എത്ര കിട്ടിയായിരുന്നു? 15. പോയിന്റ് കണ്ടില്ലേ? 15.43. 15.43%. Then debentures 12.7. 12.7%. Then last one, term loan 9%. ഇവിടെ 50 അല്ല 9%. Then product. Right, was one equity shares left. $4.10. 4.10. ഒരു 4 ഡിജിറ്റ് എടുത്തേക്ക്. 4.10 26.
4.1. 26. The next one. Five point 4701%. 10.43 0.26 38 and 12.7 2.170 170. 709 maybe 171 എന്ന് കൊടുക്കാം 09 then last one. Point 9231 percentage total. Weighted average cost of capital. Okay. 13.9305 percentage. Good answer. Yes. എല്ലാവർക്കും Yes, sir. then ഇനി എന്ത് കണ്ടുപിടിക്കണം weighted average cost of capital using weighted average cost of capital Market. market value. Source weight specific cost product. So ഇതിനകത്ത് ഇക്വിറ്റി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. സോ അതിനകത്ത് മാർക്കറ്റ് വാല്യൂനകത്ത് എന്തും കൂടെ ഇൻക്ലൂഡ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഓൾസോ. Then preference shares, debentures, term loan. September 1 10 60.58 12.5. So എത്രയൊക്കെയാണ് വരുന്നത് ടോട്ടൽ എത്രയായിരുന്നു 81.25. 81. So 60 divided by 81.25. Then next one 0.75 divided by 81.25. Then 8 അല്ലേ 8 അല്ലേ 8 divided by 81.25. Then 12.5 divided by 81.25. Then specific cost 16%, 15.43%, 12.7%, 9%. Multiply the total weighted average cost of capital.
1.8154. Point 1424. 0.1424%. 12.7 into 8. 1.2505. Okay. 9 into 12.5 divided by 81.25. 0.3846%. Good answer. 14.5929%. 14.5929%. Good answer. So in the first part ആണ് കഴിഞ്ഞത്. So നമുക്ക് റിമൈൻ നമുക്ക് നാളത്തെ സെഷനിൽ ചെയ്യാം. Then cost of capital അതിനകത്ത് 2-3 പ്രോബ്ലംസ് കൂടാണുള്ളത്. ഈ ഒരു പ്രോബ്ലം എക്സാം ക്വസ്റ്റൻ ആണ്. Then capital structure theories ആണ് നമുക്ക് അടുത്തൊരു നമ്മൾ ഇതിനോട് തന്നെ നോർമൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. സോ 5-6 തിയറീസ് ഉണ്ട്. ദെൻ അതിന്റെ പ്രോബ്ലംസ് ആണ് അങ്ങോട്ട് അതിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ അങ്ങോട്ട് കോസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിമൈനിങ് പ്രോബ്ലംസ് പ്ലസ് ആ തിയറീസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? സോ ഇതിന്റെ ഒരു ബി പാർട്ട് കൂടെ ഉണ്ട്. ഇത് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇത് നമുക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടി. ഇത്രയും വലിയ പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് ചോദിച്ചിട്ടുള്ളത് പണ്ടാണ്. അതായത് പണ്ട് P2 ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഒരു തവണ ചോദിച്ചൊരു ടഫ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതല്ല ഈ ക്വസ്റ്റ്യൻ. 44 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് വെച്ചിട്ട് ആ ഒരു ഗ്രോത്ത് കണ്ടുപിടിക്കുന്ന സംഭവം മാത്രമാണ് അത് വരുന്നത്. നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്കൊരു 4-5 മിനിറ്റ്സിൽ കണ്ടുപിടിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോർമലി വരുന്നത്. ഇത്ര വലിയ ക്വസ്റ്റ്യൻ. സോ മാർക്കറ്റ് വാല്യൂവിൽ ഇതിലും കണ്ടുപിടിച്ചിട്ട് ദെൻ അഡീഷണൽ ആയിട്ട് മാർജിനൽ കോസ്റ്റ് കൂടെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പറ്റില്ല. ഇത് ചെയ്യണമെങ്കിൽ ഒത്തിരി ടൈം, ബിക്കോസ് ഇതിനകത്ത് റെഡീമബിൾ നോർമലി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന സെനാരിയോയിൽ ഒന്നും തന്നെ റെഡീമബിൾ ഡിബഞ്ചേഴ്സും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും കൂടെ കയറി തരാറില്ല. ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് അവർ തരുന്നത്. ബട്ട് ഇത് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സംടൈംസ് ചില ആർട്ടിപ്പിലൊക്കെ കയറി വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ചിലപ്പോൾ പല എടുത്ത് നല്ല ടഫ് ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ്. ഓക്കെ, എക്സാമിന് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും 1-2 പോർഷനെങ്കിലും കുറവാക്കും. ഇതുണ്ടാവില്ല. ബുക്ക് വാല്യൂ പോർഷനും മാർക്കറ്റ് വാല്യൂ പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ പോയിന്റ് ഒന്നും വരത്തില്ല. കുറച്ചുകൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതും KD-യും KP-യും ഒക്കെ ഡയറക്റ്റ് തന്നിട്ട് ഒറ്റയടിക്ക് ആ ഒരു ടാക്സ് ആഫ്റ്റർ ടാക്സ് KD ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുന്ന രീതിയിൽ മാത്രമായിരിക്കും നോർമലി ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ കണ്ട് ഇത്ര വലിയ നോർമലി ചോദിക്കാറില്ല ക്വസ്റ്റ്യൻ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ എക്സാം. ഓക്കെ അല്ലേ? ക്ലിയറാണോ? അതെ സർ. നമുക്ക് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാം. റിമൈനിങ് പ്രോബ്ലംസ് പ്ലസ് അടുത്ത ചാപ്റ്റർ. നമ്മുടെ ഇത് വെച്ചിട്ട് ചാപ്റ്റർ എന്ന് പറയാം. ബട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് രണ്ടും കൂടെ ഒരുമിച്ച് അറിഞ്ഞിരിക്കുന്നതാണ്. ദെൻ റിമൈനിങ് പ്രോബ്ലംസ് പ്ലസ് അടുത്ത ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. താങ്ക് യു സർ.